ഹായ്, സ്മിത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം അല്ലേ, ജൂൺ 2-ാം തീയതി. ഒരു അവധിക്കാലം കൂടി കഴിഞ്ഞ് നമ്മുടെ മക്കളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണെന്ന്. അപ്പോൾ ആദ്യമേ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ എൻ്റെ കൊച്ചു മക്കൾക്കും ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നേറുക. അപ്പം അതുപോലെ ഇന്ന് ഞങ്ങളുടെ സ്കൂൾ റെയിൻബോ ജൂനിയർ സ്കൂൾ മണക്കാടാണ് കേട്ടോ, തിരുവനന്തപുരത്ത്. അവിടെ ഇന്ന് പ്രവേശനോത്സവമായിരുന്നു. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും എത്തി. ബലൂണും ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങി. നമ്മളെല്ലാവരും അതൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു 8:45 ഒക്കെ ആവുന്ന സമയത്ത് കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാവരും പുഞ്ചിരിയോട് കൂടി എല്ലാവരും വരവേറ്റു. കുട്ടികളെല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലാസ്സുകാർക്കായിരുന്നു ഇന്ന് ഓപ്പൺ, അതായത് 1 to 4 വരെയുള്ള കുട്ടികൾക്കായിരുന്നു ഇന്ന് സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവരൊക്കെ ഓൾറെഡി കുറച്ചുകൂടി വലിയ കുട്ടികളായതുകൊണ്ട് കരച്ചിൽ പിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ പഠിച്ച കുട്ടികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട്, കുറച്ച് കുട്ടികൾ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് വന്നു. അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു. കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് മറ്റേ നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് മഴയത്താണല്ലോ പണ്ടൊക്കെ വരുന്നത്. ഇപ്രാവശ്യം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫ്രഷായിട്ട് തന്നെ ക്ലാസ്സിലേക്ക് വന്നു. പിന്നീട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും പ്ലഡ്ജ് പറയാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും വരിയായിട്ട് നിർത്തിച്ച്, നമ്മളെ സ്കൂളത്തെ കുട്ടികൾ തന്നെയാണ് കേട്ടോ പ്രാർത്ഥനയും പ്ലഡ്ജൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രിൻസിപ്പൽ മാമും സാറും വിദ്യാധരൻ സാറും കൂടാതെ ഞങ്ങളുടെ ടീച്ചിങ് സ്റ്റാഫിൽ ചിത്ര ടീച്ചറും എല്ലാവരും ചെറിയൊരു പ്രസംഗം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം നമ്മൾ കുട്ടികളെല്ലാവരും സ്വീറ്റ്സ് കൊടുത്ത് ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തി. കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ദിവസം 2 മാസം ഫ്രീ ആയിട്ട് ഇരുന്നതല്ലേ, അതിൻ്റെ ഒരു ചടപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചടപ്പൊക്കെ മാറ്റിയെടുത്ത് കുട്ടികളെ ഒന്ന് ഹാപ്പിയാക്കി. കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കുട്ടികളും അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ബാക്കിൽ ഇങ്ങനെ നടന്നു. എല്ലാവരോടും എല്ലാ ക്ലാസ്സിലും പോയി കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുട്ടികളെല്ലാവരും ഹാപ്പിയായി ക്ലാസ്സിലേക്ക് പോയി. ഞങ്ങൾക്ക് കുറച്ചുകൂടി പണി ഉണ്ടായിരുന്നു കേട്ടോ. വരുന്ന